ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ മാതൃഭൂമി അടങ്ങുന്ന കുറെ മാധ്യമങ്ങളുടെ ഉടായിപ്പ് ഊമ്പിത്തര വാർത്തയെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തയുടെ അടക്ക് കേരളത്തിലെ പ്രമുഖരായ പല മാധ്യമങ്ങളും മുഖ്യ വാർത്തയാണ് പാലക്കാട് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നിന്ന് പൊട്ടിയ ബോംബും ആ ബോംബ് പിന്നെ പന്നിപ്പടക്കമായ വാർത്തയും. കേരളത്തിലെ മീഡിയ വണ്ണും ന്യൂസ് മലയാളം ചാനൽ അടങ്ങുന്ന 2-3 ചാനൽ മാത്രമേ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ മാധ്യമങ്ങളും കുനിഞ്ഞിരുന്നങ്ങ് മുക്കി ആ വാർത്ത മൊത്തം. മുക്കി എന്ന് പറയുമ്പോ അമ്മാതിരി മുക്കില്ല. ആ വാർത്തയെക്കുറിച്ച് ഒരു വാക്ക് പോലും എവിടെയും പരാമർശിക്കാത്ത ഒരുപാട് മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നിഷ്പക്ഷരാണ് നമ്മൾ, ശക്തരാണ് നമ്മൾ, നേരോടെ നിർഭയം മൂഞ്ചിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മളെ കേരളത്തിലെ കുറെ ചാനലുകാർ ഇങ്ങനെ ഉണർന്ന് എണീറ്റ് സംഭവം എന്താണെന്നറിയല്ല. ഇന്നലെ ഒരു സ്കൂളിലെ അധ്യാപിക ഓണാഘോഷമായി ബന്ധപ്പെട്ടൊരു വോയിസ് ഇട്ടിട്ട് ആ സ്കൂളിലെ അധ്യാപകർക്കും മറ്റു ചിലർക്കെല്ലാം ആ വോയിസ് അങ്ങ് ലീക്കായതോടുകൂടി കേരളത്തിലെ സംഘപരിവാർ മനോഭാവമുള്ള ചാനലുകാർക്കെല്ലാം ചാകര കിട്ടി. എന്റെ മോനെ എന്തൊരു ഉഷാറാന്നറിയാം. ഉറങ്ങിയിട്ടില്ല. അതിനുശേഷം നമ്മളെ കേരളത്തിലെ ചില നിഷ്പക്ഷ ഹൂംഫിയ മാധ്യമങ്ങൾ. ഞാനിത് കാണുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ, പാലക്കാട് ബോംബ് പൊട്ടിയ സ്കൂളിന്റെ പേര് എത്ര പേർക്ക് അറിയാം? ആ സ്കൂളിന്റെ ഫോട്ടോ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഏത് വഴിയിലൂടെ പോയാലാണ് ആ സ്കൂളിൽ എത്തുവാന്ന് എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല. പക്ഷെ ഇന്നലെ ഇങ്ങനെ ഒരു വോയിസ് പുറത്തു വന്നതിന് ശേഷം ആ സ്കൂളിന്റെ പേരും ആ സ്കൂളിന്റെ ഫോട്ടോയും ഏത് വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ സ്കൂൾ എത്തുന്നുള്ള റൂട്ട് മാപ്പ് അടക്കം നമ്മളെ കേരളത്തിൽ ഞാൻ പറഞ്ഞ നിഷ്പക്ഷ ഹൂംഫിയ മാധ്യമങ്ങൾ മൊത്തം പുറത്തുവിട്ട്. പെട്ടെന്ന് തന്നെ ആ അധ്യാപിക തീവ്രവാദിയായി. പിന്നെ കേരളത്തിലെ സംഘപരിവാറിന് ഇഷ്ടമുള്ള പോലെ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദിയായി. കേരളത്തിലെ നിഷ്പക്ഷരായ ഊംഫിയ മാധ്യമങ്ങളും നേരോടെ നിർഭയം നിരന്തരം ജനങ്ങളെ ഊംഫിക്കുന്ന മാധ്യമങ്ങളും എല്ലാവർക്കും നല്ലോണം സന്തോഷമായി. നമുക്കാദ്യം തന്നെ മാതൃഭൂമി ചാനലിൽ ആ വാർത്ത ഓണാഘോഷത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറയുന്ന ആ വോയിസ് കാണിക്കാൻ കൊടുത്ത ശുഷ്കാന്തി ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടിട്ട് വരാം. വാ. സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന അധ്യാപിക രക്ഷിതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് അധ്യാപിക എന്ന് പറയുന്നവർ പറയുന്നത്. MS ലിഷോ വിവരങ്ങൾ വായിച്ചിരുന്നു. ലിഷോ, ഇവരൊക്കെ എന്ത് അധ്യാപികയാണ് എന്നുള്ളതാണ്. ഇവരെയൊക്കെ അവിടെ പോസ്റ്റിൽ പിടിച്ചിരുന്ന ആൾക്കാരെ വേണം പറയാൻ. ഇതിപ്പോൾ ഓണമൊക്കെ ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതാണ് എന്നൊക്കെയുള്ളത് എന്റെ പുതിയ അറിവാണ് കേട്ടോ. ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്കൊക്കെ വല്ല ചാൻസും ഉണ്ടോ? ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം എന്താണ് ഉണ്ടായത്? ശരിക്കും എന്താണ് ഇവരുടെ ഉദ്ദേശം? അതായത് തൃശൂർ പെരുമ്പിലാവിലുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രണ്ട് ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. 2 അധ്യാപകർ ഈ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ്. അതിൽ മറ്റ് ഒരു തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പഠിച്ചു വന്നിട്ടുള്ളത്. ഈ സ്കൂളിലും എല്ലാ മതസ്ഥരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട്. അങ്ങനെ ഓണാഘോഷം നടക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രം പങ്കെടുക്കരുത് എന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അധ്യാപിക ഇത്തരത്തിൽ ഒരു വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐയും CPM ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഓഡിയോ സന്ദേശം പുറത്തു വന്നു, ഒരു പരാതി പോയിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഈ ഒരു ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട വല്ല അറിയിപ്പ് വന്നിട്ടുണ്ടോ ലിഷോയ്? ഈ ഓഡിയോ സന്ദേശം വന്നതിന് ശേഷം സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ പ്രിൻസിപ്പൽ പറഞ്ഞത് തങ്ങൾ ഓണാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തും. ഈ ഒരു ഓഡിയോ സന്ദേശം അത് ഒരു തരത്തിലും സ്കൂളിന്റെ ഒരു അഭിപ്രായമല്ല, പ്രിൻസിപ്പലിന്റെ അറിവോടെയല്ല ഈ ടീച്ചർമാർ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ്. എന്തായാലും ഈ ഓഡിയോ പുറത്തു വന്ന ആകെ വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞു. എന്തായാലും ശക്തമായ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു തരത്തിലും നമ്മുടെ നാടിന്റെ ഈ എല്ലാ തരത്തിലുമുള്ള മതേതര സ്വഭാവത്തിന് ചേർന്ന ഒരു തരത്തിലുള്ള നിലപാടുമല്ല ഈ സ്കൂളിലെ ടീച്ചർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ശരി ലിഷോയ്, ഓണം എല്ലാവരുടെയും ഉത്സവമാണ് എന്നാണ് ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനിടയ്ക്കാണ് ഒരു അധ്യാപിക ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് രക്ഷിതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.
ഇത് പറയുമ്പോ ആ മാധ്യമപ്രവർത്തകരുടെ ഉഷാറ് കണ്ടിന, ആവേശം കണ്ടിന, എന്താ മോനെ തന്റെ ഇടം. പക്ഷെ ഇതേ മാധ്യമപ്രവർത്തക RSSന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നിന്ന് ബോംബ് പൊട്ടി ആ ബോംബ് പന്നിപ്പടക്കമായ വാർത്ത പറയുമ്പോ എന്തിനാ വാർത്ത പറയാൻ തന്നെ കാണിച്ചിട്ടില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ മാതൃഭൂമി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു അധ്യാപിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അധ്യാപികക്കെതിരെ നടപടിയെടുക്കുക തന്നെ വേണം. അതിലൊന്നും യാതൊരു കോംപ്രമൈസും വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. ഞാൻ കേരളത്തിലെ നിഷ്പക്ഷരെന്ന് പറയുന്ന ഹൂംഫിയ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വാർത്തയേക്കാൾ വലിയൊരു വാർത്ത തന്നെയല്ലേ പാലക്കാട് ഉണ്ടായത്? അവിടെ ബോംബ് പൊട്ടിയപ്പോൾ അത് ബാധിക്കുന്നത് ആർക്കാണ്? അവിടെ പഠിക്കുന്ന ആ പാവപ്പെട്ട കുട്ടികളിലെ അപകടത്തിലാകുന്നത്. എന്നിട്ട് ആ സ്കൂളിലെ മാനേജ്മെന്റ്, ആ സ്കൂളിൽ ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ അതിനെതിരെ പരാതി നൽകിയോ? ഏതെങ്കിലും ഒരു അധ്യാപകന്റെ വോയിസ് നിങ്ങൾ പുറത്തുവിട്ടോ? എന്തിന്? കേരളത്തിൽ എന്ത് സംഭവിച്ചാലും പോലീസുകാർക്ക് മുന്നേ നിങ്ങൾ ഓടിയെത്തുന്ന മാധ്യമങ്ങൾ, മരണ വീട്ടിൽ ഒരു ഉളുപ്പും കൂടാതെ മരണപ്പെട്ടവന്റെ ഉറ്റ ബന്ധുക്കളുടെ ഒരു വോയിസ് ക്ലിപ്പിന് വേണ്ടി അടികൂടുന്ന നിങ്ങൾ ഈ വാർത്ത ഉണ്ടായിട്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട പരിസരത്തോ വാർത്ത പറയാൻ പോയോ? ആ സ്കൂളിൽ ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ക്ലിപ്പ് നിങ്ങൾ എടുത്തോ? ഇല്ല. കേരളത്തിലെ മാധ്യമങ്ങളെ, 1 or 2 മാധ്യമങ്ങൾ ഒഴികെ ബാക്കി ഒരു മാധ്യമവും ഈ വാർത്ത കൊടുക്കുക പോലും ചെയ്തിട്ടില്ല. അതിനാണ് മാധ്യമങ്ങളെ നിഷ്പക്ഷ ഹൂംഫിയ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ വിസർജനവും പിന്നെ കർമ്മപൂർള്ള സംഘപരിവാർ ചാനലുകളെല്ലാം ഈ വാർത്ത കൊടുത്തത് കേൾക്കുമ്പോഴല്ല പെറ്റമ്മ സഹിക്കൂല. ആ സ്കൂളിനെയും ആ സ്കൂളിലെ അധ്യാപികയിലും തീവ്രവാദിയാക്കി. ഓക്കെ, അത് സംഘപരിവാറിനെ താങ്ങിയുള്ള ചാനലുകളാന്ന് പറയാം. പക്ഷെ നിങ്ങളും സംഘപരിവാറിനെ അത്രമേൽ താങ്ങുന്ന ചാനലുകളായി അധപ്പതിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, കേരളത്തിൽ 1 or 2 ചാനലുകൾ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളെ നിങ്ങൾ നഗ്നരാണ്. നിങ്ങൾ നഗ്നരായിക്കൊണ്ട് തെരുവിലൂടെ അലയുകയാണ്. സംഘപരിവാറിനെതിരെ ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ പെരുവിരല് മുതൽ നിങ്ങളെ മുടിനാരു വരെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം സംഘപരിവാർ എറിഞ്ഞു തന്ന എച്ചിലെന്ന അഴുക്കിലും നിങ്ങൾ വീണിരിക്കുന്നു. പാലക്കാട്ടെ RSS സ്കൂളിലെ ബോംബ് സ്ഫോടനത്തിന്റെ വാർത്ത കൊടുക്കാൻ കാണിച്ച ആർജവത്തിന് ഞാൻ മീഡിയ വണ്ണിന് ന്യൂസ് മലയാളം ചാനലിനെ അഭിനന്ദിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, പാലക്കാട്ടെ ആ സ്കൂളിലെ ബോംബ് പന്നിപ്പടക്കമായ വാർത്തയും അതിനനുബന്ധിച്ചുള്ള വാർത്തകളും കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ തയ്യാറാകുമെന്നും അവിടുത്തെ അധ്യാപകരുടെയോ ആ മാനേജ്മെന്റിന്റെയോ ഒരു ബൈറ്റെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുമെന്നും നിങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ? അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് കരുതലേ. കാരണം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും നിഷ്പക്ഷരായ ഹൂംഫിയ മാധ്യമ പ്രവർത്തകരായി കഴിഞ്ഞു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കല്. അത് തുടരുക തന്നെ ചെയ്യും. ചിലരങ്ങനെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ആഘോഷങ്ങളൊക്കെ കേരളം ഒരുമിച്ച് തന്നെ ആഘോഷിക്കും. നിങ്ങൾ സംഘപരിവാറുകാരും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ വാർത്ത ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കാൻ നോക്കിയാലും കേരളം തളരില്ല. മതസൗഹാർദ്ദം തുടരും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.